ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണല്ലോ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നേരത്തെ ഞങ്ങൾ പറഞ്ഞതല്ല ഇതെല്ലാം. പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കേണ്ടി വരും. കേരളം കടന്നു പോകുന്നത് രൂക്ഷമായ ധനപ്രതിസന്ധിയിലാണ്. പദ്ധതി ശരിക്കില്ല. ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന പൈസ ഒന്നും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം കൊടുത്തില്ല. കഴിഞ്ഞ വർഷം 2ാം ഗഡു കൊടുത്തിട്ട് ട്രഷറി ബാൻ വെച്ചു. 3ാം ഗഡു കൊടുത്തതിൻ്റെ തലേ ദിവസം ട്രഷറി പൂട്ടി. നിരവധി ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചു. ഇപ്പം മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ലേ? അത് അസംബന്ധമാണ് പറയുന്നതെന്ന്. വെട്ടിക്കുറച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എങ്ങനെ അസംബന്ധമാകുന്ന? പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഗ്രാൻസ് കൊടുക്കുന്നില്ല. എന്താണ് ഈ സ്റ്റേറ്റിൻ്റെ പ്രയോറിറ്റി? മുൻഗണന എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നില്ല. അവിടെ എങ്ങനെ പഠിക്കും? പലരും എങ്ങനെ പഠിക്കും? കുട്ടികൾ ഏതെങ്കിലും കാലത്ത് എങ്ങനെ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? എല്ലാം വെട്ടിച്ചുരുക്കാണ്. പൈസ ഇല്ല. ഒരു നയാ പൈസ കയ്യിലില്ല. കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി. ഇപ്പം കിഫ്ബി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലേ, ഈ പുറത്തുനിന്ന് കടമെടുക്കാൻ പോയാൽ ഇത് തകർന്നു പോകുന്നു. അപ്പോൾ തകർന്നില്ലേ കിഫ്ബി? ഇപ്പം കിഫ്ബിക്ക് വേണ്ടി ആളുകളുടെ ടോൾ എടുക്കാൻ പോവുക. നമ്മൾ കൊടുത്ത സെസ്സാണ്. നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഈ പണിതേക്കണത്. പെട്രോളിനും ഡീസലിനും നമ്മൾ കൊടുത്ത സെസ്, മോട്ടോർ വെഹിക്കിളിന് നമ്മൾ കൊടുത്ത ടാക്സ്, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പണം എടുത്തിട്ട് ഈ കുറച്ച് 1/3 പണിതിരിക്കുന്നത്. 85,000 കോടി രൂപയുടെ പ്രഖ്യാപിച്ചിട്ട് 32,000 രൂപയുടെയാണ് ഇതുവരെ എക്സ്പെൻഡിച്ചർ ആയിരിക്കുന്നത്. എന്നിട്ട് അതിന് നമ്മുടെ നിന്ന് വീണ്ടും ടോൾ മേടിക്കാൻ പോവാണ്. അല്ല, അങ്ങനെ ടോൾ വന്നു കഴിഞ്ഞാൽ കേരളം അടിച്ചു പൊളിക്കും ആളുകൾ. ടോള് കേരളത്തിൽ ടോളൊന്നും നടത്താൻ സമ്മതിക്കൊന്നുമില്ല. കിഫ്ബി റോഡ് നിങ്ങളിത് ആളുകൾ അടിച്ചു പൊളിക്കും. കാരണം വെച്ചാൽ ഇത് ഒരു അഡീഷണൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടൊന്നും ചെയ്തിരിക്കുന്നതല്ല. ഇത് PWD വർക്ക് അലോട്ട് ചെയ്യേണ്ട പൈസ എടുത്തിട്ട് കിഫ്ബി എന്ന് പറഞ്ഞ് കൊടുത്താണ്. ഇപ്പം PWDയുടെ വർക്ക് കിട്ടിയിട്ടില്ല. അത്രയും കുറവാണ് കിട്ടിയിരിക്കുന്ന PWD വർക്ക്. അതിന് മുൻ വർഷങ്ങളിൽ മനസ്സിലായില്ലേ, നമുക്ക് നികുതിയായിട്ട് പൈസ കിട്ടിയിരിക്കുന്നത് എടുത്തിട്ട് റോഡ് പണിതിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ മീതെ ടോൾ മേടിക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു മര്യാദ കേടാ. മാത്രമല്ല, ഈ ഗവൺമെൻറ് തന്നെ നിയമസഭയിൽ ഉറപ്പ് വന്നിട്ടില്ലേ ടോൾ പിരിക്കില്ല എന്ന്. കിഫ്ബി ബാധ്യതയാവുമെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞില്ലേ കിഫ്ബി ബാധ്യതയാവും, സർക്കാരിന് ബാധ്യതയാവും, ബജറ്റിന് ബാധ്യതയാവും. ഈ കിഫ്ബിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന കടം മുഴുവൻ ഈ ബജറ്റിൽ നിന്ന് അടച്ചു തീർക്കേണ്ടി വരും. ആർക്കാ അറിയാൻ പാടില്ലാത്തത്? തീർച്ചയായിട്ടും തീരദേശത്തെ പ്രശ്നങ്ങൾ കൂടി ഉയർത്തും. അത് UDF യോഗം അടുത്ത ദിവസം ചേരുന്നുണ്ട്. യാത്ര നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് UDF. മലയോര ജാഥയും തീരദേശ ജാഥയും UDF തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അത് എന്നാണ് നടത്തേണ്ടത്? നിയമസഭാ സമ്മേളനവും മറ്റ് കാര്യങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും UDF യോഗത്തിൽ തീരുമാനിക്കും.